ദൈവകുമാരനും മാതാവിനും നന്ദി. എൻ്റെ പേര് ആശ അരവിന്ദ്. ഞാൻ താമസിക്കുന്ന സ്ഥലം എറണാകുളമാണ്. എൻ്റെ സ്വദേശം കോട്ടയമാണ്. ഞാൻ 2023 മാർച്ച് മാസം 20-ാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. കൃപാസനം അതിനു മുമ്പേ അറിയാമോ എന്ന് ചോദിച്ചാൽ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് കൂടുതലായിട്ട് അറിയത്തില്ല. ഇതുവഴി വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ഇവിടെ ഒത്തിരി തിരക്ക് കാണും, ബ്ലോക്ക് ഉണ്ടാവും. പണ്ട് ഇതുപോലെ ആയിരുന്നില്ല, ഇതിൻ്റെ ഫ്രണ്ട് വശം വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഇവിടെ എന്താ ഇത്ര തിരക്ക്? അപ്പോഴൊക്കെ ഇവിടെ ഒരു പള്ളിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും ഈ കൃപാസനമാണ് ഒന്നും അറിയില്ല. ഈ കൃപാസനത്തിലോട്ട് വരാനുള്ള എൻ്റെ കാരണം 10 വർഷത്തിന് മേലെ ആയിട്ട് എനിക്ക് ഒരു മോളുണ്ട്. മോളെ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഓവുലേഷൻ ടൈം കഴിഞ്ഞാൽ എൻ്റെ ദേഹം മുഴുവൻ നീരാവും. അതിന് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചു, ആയുർവേദം കാണിച്ചു, അലോപ്പതി കാണിച്ചു, ഹോമിയോ കാണിച്ചു. ഇങ്ങനെ പല രീതിയിൽ ഞാൻ ഈ ഒരു അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അങ്ങനെ ബാംഗ്ലൂർ കാണിച്ചു, മസ്കറ്റ് കാണിച്ചു, പലരും പലതാണ് പറയുന്നത്. അമൃതയെ കാണിച്ചു, ആസ്റ്റർ മെഡിസിറ്റി കാണിച്ചു. അങ്ങനെ ഒരുപാട് രൂപ ഞാൻ ഇതിനു വേണ്ടി ചിലവഴിച്ചു. അപ്പം ഞാൻ പല ഹോസ്പിറ്റലിൽ നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ കുറേ നേരം ഡോക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. അവിടെയൊക്കെ ഇരിക്കുമ്പോഴും എനിക്ക് ഈ പേപ്പർ കൊണ്ട് കൃപാസനത്തിൻ്റെ പേപ്പർ എങ്ങനെയോ എൻ്റെ അടുത്ത് വരും. അതെന്താ, ആദ്യമൊക്കെ എനിക്കിത് വരുമ്പം ഭയങ്കര അത്ഭുതമായി. ഇതെന്താണിത്? വായിക്കും, അവിടെ വയ്ക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ കയ്യിൽ കിട്ടും, ഞാൻ പള്ളിയിൽ പോയാൽ എൻ്റെ കയ്യിൽ കിട്ടും. അപ്പം കൃപാസനത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. എൻ്റെ അമ്മയോട് ചോദിച്ചു. എൻ്റെ അമ്മ വലിയൊരു മാതാവിൻ്റെ ഭക്തയാണ്, എൻ്റെ ചേച്ചിയും. പക്ഷേ അവരാരും കൃപാസനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതുപോലൊരു സ്ഥലമുണ്ട്, ആലപ്പുഴയിലാണ്, ഒത്തിരി പേര് പോകുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാർച്ച് മാസം 20-ാം തീയതി എൻ്റെ ഒരു സുഹൃത്ത് ഡെൻസിയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കൃപാസനത്തിൽ വരികയാണ്. ഞാൻ നിസ്സാരമായിട്ട് ഈ വേദന പറയുന്നെങ്കിലും സഹിക്കുന്നതിലും അപ്പുറം വേദനയാണ്. ഒരു ഡെലിവറി ടൈമിലുള്ള പെയിൻ പോലെയാണ് എല്ലാ മാസവും എനിക്കുണ്ടാവുക. ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സമയത്ത് എനിക്ക് ആൾക്കാരെ കാണാൻ പോലും പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് പെയിനായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ കയറിയപ്പം പോലെ എനിക്ക് എൻ്റെ ദേഹം ഭയങ്കര വേദനയായി, ചൊറിച്ചിലായി. ഞാൻ എന്നിട്ട് ഉടമ്പടി ആദ്യം എടുക്കുക കുറച്ച് പ്രയാസകരമുള്ള കാര്യമാണ്. എങ്കിലും ഉടമ്പടി ഞാൻ ആ പ്രയാസമൊക്കെ സഹിച്ചെടുത്തു. അങ്ങനെ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു. ഇപ്പം 1.5 വർഷത്തിന് മേലെയായി. 2003 മാർച്ചിലല്ലേ. അങ്ങനെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിലോ ഒരു പ്രാർത്ഥനയിൽ, വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാവിലെയുള്ള പ്രാർത്ഥനയിലും ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല. അതെ, എങ്ങനെയാണെങ്കിലും ആ സമയമാകുമ്പോൾ എങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ ഒത്തോം ചോദിച്ചാൽ സാധിച്ചിട്ടില്ല. ഇടയ്ക്ക് കുടുംബ പ്രാർത്ഥന എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയില്ലേ, വണ്ടി ഓടിക്കുമ്പോഴേലും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വേദനയിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. ഈ വേദന കൊണ്ട് എനിക്കൊരു ആങ്സൈറ്റി അറ്റാക്ക് വരെ വന്നിട്ടുണ്ട്, സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ അതുവഴി ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരു 3-4 പേരുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ. അതാണ് എൻ്റെ കൃപാസനത്തിലേക്ക് വരാനുള്ളതും എൻ്റെ രോഗത്തിലുള്ള സൗഖ്യവും എനിക്ക് തന്നത്. ഞാൻ സിനിമാ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ മേഖല എന്ന് പറയുന്ന അറിയാമല്ലോ, നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ഈ വേദനകൾ നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് വണ്ണം വയ്ക്കുക. ഒരു മാസത്തിൽ ഒരു 50 കിലോയാണ് എനിക്കെങ്കിൽ ഈ ഒരു വേദന തുടങ്ങുമ്പോൾ ഞാനൊരു 58 കിലോ 60 കിലോ അത്ര വ്യത്യാസം വരും. എൻ്റെ ഡ്രസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് മൂഡ് ഓഫും എല്ലാം ആയിരിക്കും. അപ്പോൾ പലരും എന്നെ കാണുമ്പോൾ ചോദിക്കും, എന്ത് പറ്റി ഇതെന്നെ പെട്ടെന്ന് വണ്ണം വെച്ച്? ഇതിനെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യണം. ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ഒരു മേഖലയാണ് എൻ്റെ. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ 6 കാര്യങ്ങൾ, 5 എഴുതിയാൽ മതി, 6ാമത്തെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് 6 കൂടുതൽ കാര്യങ്ങളുണ്ടായിരുന്നു എഴുതാൻ. ഞാൻ 6 കാര്യങ്ങൾ എഴുതി. ചിട്ടയായ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത്
ഞാൻ ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആർക്കും എന്നെ മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ജോസഫ് അച്ഛനെ കാണാൻ പറ്റുമോ, എനിക്കൊന്ന് കാണണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ ആദ്യമേ ഇന്ന് ഓഫീസിലൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് കാണിച്ച് കാണാം, നമുക്ക് ബ്ലെസ്സിങ് മേടിക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുക്ക ഞാൻ ഈ അൾത്താരെ വരുമ്പോൾ അച്ഛൻ എന്നോട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഞാൻ സിനിമയിലാണോ, എന്താ നിൻ്റെ ആവശ്യം എന്നൊന്നും അല്ല ചോദിച്ചത്, എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സിനിമയിലാണ്. ഞാൻ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റാണ് ചെയ്യുന്നത്, സിനിമയും ചെയ്യും. ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം ജോലിയൊക്കെ വിട്ടു. എയർപോർട്ടിലായിരുന്നു, ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തു, അങ്ങനെ പല ജോലികളും ചെയ്തു. എങ്കിൽ പോലും അതെല്ലാം വിട്ടിട്ട് ഇപ്പം സിനിമയും അഡ്വർടൈസ്മെൻറ്റും മാത്രമാണ് എന്ന് പറഞ്ഞു. പക്ഷെ നീ എന്നോട് അതിനെപ്പറ്റിയോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. എന്നോട് ആകെ അച്ഛൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, നീ സാക്ഷ്യം പറയണം. ഞാനത് അച്ഛനെ നീ സാക്ഷ്യം പറയുമോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് ഇങ്ങനെ മുഖത്തോട്ട് നോക്കി, സാക്ഷ്യം പറയുമല്ലോ അല്ലേ എന്നെടുത്ത് ചോദിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് വളരെ ടയേർഡായിരുന്നു. അന്ന് ചെന്നപ്പോൾ ഒരു കോള് വരികയാണ്. എനിക്കൊരു അസോസിയേറ്റ് ഒരു പയ്യൻ വിളിച്ചു, ആശ ചേച്ചിയല്ലേ, ഒരു മൂവിയുണ്ട്, നമ്മൾ ഫെസ്റ്റിവൽ മൂവിയാണ്. ഇതുവരെ ഞാനൊരു 2008 ആദ്യമായിട്ട് പരസ്യം ചെയ്യാൻ തുടങ്ങുന്നത്. ഒരുപാട് നാഷണൽ ആർട്സും ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു. എങ്കിലും സിനിമയിൽ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല. 2011 തുടങ്ങിയെങ്കിലും 19 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച വലിയ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഈ പയ്യൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അത് പല ഫേമസ് നടികളും വേണ്ടെന്ന് വെച്ചതാണ്. കാരണം അതിൻ്റെ പ്രായം 80 വയസ്സാണ്. അപ്പോൾ ആ 80 വയസ്സായിട്ട് അഭിനയിക്കണം. ഒരു റിയൽ സ്റ്റോറിയാണ്. വെള്ളപ്പൊക്കത്തിൽ നടന്ന ഒരു പ്ലെമേന അമ്മയുടെ കഥയാണ്. അത് റിയൽ സ്റ്റോറിയാണ്. ഫെസ്റ്റിവലിനും അവാർഡുകൾക്കൊക്കെ അയക്കാനുള്ളതാണ്. കേരള ഗവൺമെൻറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഥ കേൾക്കാനായിട്ട്, കഥ പറയാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരൂ, എപ്പോൾ വേണേലും വന്നോളൂ, ഞാനിവിടെ ഉണ്ട്. അവരുടെ മേക്കപ്പിൻ്റെ ആൾക്കാർ എല്ലാവരെയും കൂട്ടി അവർ വീട്ടിലേക്ക് വന്നു, കഥ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ആ ക്യാരക്ടർ ചേരുമോ എന്ന് എന്നെ ഒരുക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് അറിയാമല്ലോ, ഗവൺമെൻറ്റിൻ്റെ സിനിമയാകുമ്പോൾ നമുക്കതിനകത്ത് ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് ഉണ്ടാവില്ല. അത് സംസാരിച്ചു, അങ്ങനത്തെ എല്ലാം സംസാരിച്ച് വളരെ പെട്ടെന്നായിരുന്നു ആ ഒരു സിനിമയുടെ എന്നിലേക്കുള്ള കാസ്റ്റിങ്. കാരണം വലിയ വലിയ സ്റ്റാറുകളിൽ നിന്നും മാറി എന്നിലേക്ക് അത് വന്നത് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ആ സിനിമ വളരെ പെട്ടെന്ന് ചെയ്യണമെന്നും പറഞ്ഞു. ഒരു 4 ദിവസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങും. പക്ഷേ അതിനുവേണ്ടി പല കുട്ടികളും അതിൻ്റെ ബാക്കിലുള്ളവരെ മാസങ്ങളായിട്ട് ഗ്രൂം ചെയ്ത് അതിലേക്ക് വരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നതാണ്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ എന്നെ വളരെ ആശയക്കുഴപ്പത്തിലാക്കിയെങ്കിലും ഞാൻ ആ സിനിമയിൽ ജോയിൻ ചെയ്തു, സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയ്ക്ക് എന്തൊക്കെയോ ഈ കൃപാസന മാതാവുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. കാരണം ഒരു മാതാവിൻ്റെ പാട്ട് ഞാൻ അതിനകത്തിരുന്ന് പാടുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആ പോസ്റ്റേഴ്സിന്, അതിൽ ഞാൻ നിൽക്കുന്നതായിട്ടാണ്. അത് മാത്രമല്ല, ഞാൻ അവിടെ നമ്മൾ ഷൂട്ട് നടക്കുമ്പം ആകെ അവർ 18 ദിവസമാണ് ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്യാൻ ടൈം തന്നേക്കുന്നത്. അതിന് 16 ദിവസം കൊണ്ടെങ്കിലും ഷൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയ്ക്ക് ഹെക്റ്റിക്കായിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. വെള്ളപ്പൊക്കമാണ്, മുഴുവൻ നേരവും മഴയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി അവർക്ക് മാറ്റിത്തരാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം തരാനോ ഒന്നും സമയമില്ല. കാരണം കൂടുതലും ഞാനാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. എങ്കിൽ പോലും 5:30 വെളുപ്പിനെ, രാത്രിയിലൊക്കെ ഷൂട്ടുണ്ട് ചില ദിവസങ്ങളിൽ, എങ്കിൽ പോലും ആശ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് മുട്ടേക്കുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. ആ വീടും ഒരു മാതാവിൻ്റെ ഒരു ഈരാറ്റുപേട്ടയിലുള്ള വീടാണ്, ഒരു ക്രിസ്ത്യൻ വീടാണ്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവരും എനിക്ക് ചെയ്തു തരും. അതുപോലെ ആ സിനിമയിലുള്ള എല്ലാവരും എനിക്ക് രാത്രിയിലും രാവിലെയും പ്രാർത്ഥിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തരും. അത്രയ്ക്ക് മനോഹരമായ ഒരു സെറ്റായിരുന്നു. ഒരു ദൈവികത ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ ആ സിനിമ ഞാൻ ചെയ്ത് അതിപ്പോൾ ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട്. ഓണത്തിന് റിലീസാണ്. സിനിമയുടെ പേര് പ്രളയശേഷം ഒരു ജലകന്യക എന്നാണ്. ആ ഒരു സിനിമ തീർച്ചയായിട്ടും എനിക്ക് കൃപാസന മാതാവ് എൻ്റെ കയ്യിൽ തന്ന സിനിമ തന്നെയാണ്. ദൈവത്തിനും കൃപാസന മാതാവിനും ഒരുപാട് നന്ദി. അതേപോലെ സ്വർണ്ണ കന്യക എന്നൊരു പുതിയ സിനിമ ചെയ്തു, അതും മാതാവിൻ്റെ സിനിമ. അപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ആശ മാതാവിൻ്റെ സിനിമ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന്. ആ സിനിമ മാതാവിൻ്റെ സ്റ്റോറിയാണ്. 4 ഭാഷകളിലായിട്ടാണ് അത് ഇറങ്ങുന്നത്.
അതും അതിൻ്റെ ഷൂട്ടും പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നു. അങ്ങനെ ദൈവം എന്നെ പല കാര്യങ്ങളിൽ, ഞാൻ ഒരു 6 കാര്യങ്ങൾ എഴുതിയെങ്കിലും ആ എഴുതിയതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതെല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് തരികയായിരുന്നു. കാരണം ഈ പ്രളയശേഷം ജലകന്യക സിനിമയുടെ കൂടെ എനിക്ക് സിനിമ എൻ്റെ ലൈഫിലെ, എൻ്റെ ജീവിതത്തിലെ കരിയറിനെ ഉയർത്തണേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ താഴെ എഴുതിയിരുന്നത് എനിക്ക് സിനിമ പഠിക്കാൻ കൂടുതൽ അവസരം തരണേ, എനിക്ക് ഡബ്ബിങ് പഠിക്കാൻ കൂടുതൽ അവസരം തരണേ. അങ്ങനെ ഓരോന്നും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് ദൈവം തന്നു. കാരണം ഈ സിനിമ പഠിപ്പിക്കുന്നവരാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ലോഹിതദാസ് സാറിൻ്റെ മോന്, അതേപോലെ ലോഹിതദാസ് സാറിൻ്റെ അസോസിയേറ്റ്, അവരെല്ലാം സിനിമ പഠിപ്പിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഡബ്ബിങ് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് അതിലൂടെ ഒരു വലിയ പഠനവും കൂടിയാണ്. ഞാൻ പറഞ്ഞ 6 കാര്യങ്ങൾ അങ്ങനെ സാധിച്ചു കിട്ടി. അതെൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര, എൻ്റെ ഒരു കരിയറിൽ തന്നെ എനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ അസുഖം എനിക്കിപ്പം പൂർണ്ണ മാറ്റമുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും ചിരിക്കുക പോലും ഇല്ലായിരുന്നു. എനിക്ക് കുളിക്കാൻ പോയിട്ടൊന്നും ചിരിക്കാൻ പോലും വയ്യാത്ത വേദനയായിരുന്നു. ഒരു കാറ്റടിക്കാൻ വേല, ഇതൊന്നും എനിക്ക് ഏറ്റവും അടുപ്പമുള്ളവർക്കൊക്കെ അറിയാം, പക്ഷേ അല്ലാത്തവർക്ക് അറിയത്തില്ല. പെട്ടെന്ന് എന്താ വണ്ണം വെച്ചേ എന്ന് മാത്രമേ എല്ലാവരും ചോദിക്കാറുള്ളൂ. മൂന്നാമതായി എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബ്രസ്റ്റിലൊരു മുഴ വന്നു. അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു, അയച്ചു. അമൃത ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവർ ബയോപ്സിക്ക് അയക്കുമ്പോൾ അറിയാമല്ലോ, അവിടെ ഗ്രോത്ത് എടുത്തിട്ടാണല്ലോ. അപ്പം ചിലർക്ക് ബ്ലീഡിങ് വരും. അപ്പം 3 ദിവസം നമ്മൾ കൈ അനക്കാൻ പാടില്ല, കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞാൽ വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും വേദനയുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഇതുവഴിയാണ് ഞാൻ ചങ്ങനാശ്ശേരി വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ കയറണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒത്തിരി നേരം കൈയൊന്നും അനക്കി ഒന്നും ചെയ്യരുത്, കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞ അമ്മയ്ക്ക് ഷുഗറുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ കൃപാസനത്തിൻ്റെ ഇവിടെ വന്നു. അച്ഛൻ കുർബാന നടക്കാം. അപ്പോൾ എനിക്ക് കണ്ണീര് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണീർ ഇങ്ങനെ വെള്ളം. ഞാൻ ഒരുപാട് അമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കരയുന്നുണ്ട്, എൻ്റെ മോളും കരഞ്ഞു. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉടമ്പടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം നിൽക്കണം. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പം 4-5 മണിക്കൂർ നിൽക്കണേ. അമ്മയ്ക്ക് ഷുഗറുണ്ട്, അത് മാത്രമല്ല ബ്ലീഡിങ് ഉണ്ട്. ഇങ്ങനെ ബാഗ് ഇങ്ങനെ ഇട്ടേക്കുക ആ ഫ്ലൂയിഡിന് വേണ്ടി. അവിടെയൊക്കെ കയറിപ്പോവുക വലിയ പാടാണ്. പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. അമ്മ ഉടമ്പടി എടുത്തു. അവിടെ കയറി ഫ്ലൂയിഡ് പാക്ക് ചെയ്യുന്ന ബാഗും ഒക്കെ ആയിട്ട് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി അമ്മ അതേപോലെ പൂർത്തീകരിച്ചു. അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ മുഴയേ അവിടെ ഇല്ല. 2ാമത് സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. പിന്നെ 3ാമതായി ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതാണ് എൻ്റെ മകൾ SSLCക്ക് കിട്ടേണ്ട മാർക്ക്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും. അവളൊരു വലിയ പഠനമുള്ള ഒരാളാണെന്ന് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും പഠിക്കും, പക്ഷേ ഉഴപ്പിയല്ല, പക്ഷേ വലിയ ഇതിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എങ്കിൽ പോലും പരീക്ഷയായപ്പോൾ ആ കുട്ടി ഇരുന്ന് നന്നായി പഠിച്ചു. ആ കൊച്ചു എക്സാം എഴുതുന്ന സമയം മുഴുവൻ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പരീക്ഷ തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നിടം വരെ ഞാനത് ഇങ്ങനെ യൂട്യൂബിൽ വയ്ക്കും, ഞാൻ കൂടെ ഇരിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ മോക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എത്രയാ മാർക്ക് എഴുതിയത് അതിന് 1% കൂടുതൽ മാർക്ക് അവൾക്ക് ലഭിച്ചു. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എന്തേലും അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അപ്പം എന്നെ പലരും ഇപ്പോൾ വിളിക്കുന്ന കൃപാസന മാതാവേന്നാണ്. അപ്പം ഞാൻ പറയാം അത് എന്നെ വിളിക്കാൻ വേണ്ടി അത്ര പരിശുദ്ധിയൊന്നും അല്ല ഞാൻ. എങ്കിൽ പോലും അവരെല്ലാം എൻ്റെ ഭക്തി ഞാൻ പറയുന്നതും കേട്ടിട്ടാണ്. യൂട്യൂബിലൊക്കെ വലിയൊരു ട്രോളുണ്ട്. എൻ്റെ കാശുരൂപം ഞാൻ കൃപാസന മാതാവിൻ്റെ വലിയ ഭക്തയാണെന്ന് പറയുന്ന ഒരു ഓഡിയോ ലോഞ്ചിന് പറയുന്ന ഒരു വീഡിയോ. എങ്കിൽ പോലും അതിലൊക്കെ ഞാൻ അഭിമാനമാണ് കൊള്ളുന്നത്. കാരണം അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ ബന്ധുമിത്രാദികൾക്കും, എന്നെ ചുറ്റിപ്പറ്റിയവർക്കെല്ലാം മാതാവ് തന്നുകൊണ്ടിരിക്കുകയാണ്. 1000 നന്ദി. പ്രാർത്ഥനയൊന്നും ഞാൻ ഇതുവരെ മുടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിയുന്നത്ര ചെയ്യുന്നുണ്ട്. എല്ലാവരും അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്ദി. യെശയ്യായുടെ പുസ്തകം 26:4 നാം വായിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. പ്രിയ സഹോദരി ആശ,
ജീവിതത്തെയും ദൈവാനുഭവത്തെയും നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയായിരുന്നു. രോഗത്തിൻ്റെ അതിതീവ്രമായ വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പൂർണ്ണമായി അമ്മ മാതാവിൽ ശരണപ്പെടുകയും ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ ഒരല്പം പോലും വ്യത്യാസപ്പെടാതെ ഓരോ ദിവസവും സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും നേർച്ചത്തൈലം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സൗഖ്യത്തിനത് കാരണമാകും എന്ന പ്രത്യാശയോടുകൂടി അമ്മയിലും ഈശോയിലും ജീവിതം സമർപ്പിക്കുകയും ചെയ്തത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ് നാം ശ്രമിച്ചത്. രോഗവേദന പൂർണ്ണമായി മാറ്റിക്കൊടുക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുവാനും ജീവിക്കുവാനും മകളെ സഹായിക്കുന്നതിനെക്കുറിച്ച് മകളിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സിനിമ മേഖല ഏറെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരിടമാണെന്ന് നമുക്കറിയാം. അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ഓരോ പ്രാർത്ഥനകളും അതിരാവിലെ മുതൽ രാത്രിയുള്ള പ്രാർത്ഥനകൾ പൂർണ്ണമായി അത് നിർവഹിക്കുന്നതിനുള്ള തീഷ്ണതയും സന്നദ്ധതയും എത്രത്തോളം ഈ മകൾ കാണിച്ചുവെന്ന് അവളുടെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചിരുന്ന, പരസ്യങ്ങളിൽ മുഖം കാണിച്ചിരുന്ന മകൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം 3 വലിയ പ്രോജക്റ്റുകളിൽ പൂർണ്ണ പങ്കാളിത്തം, നായികാസ്ഥാനമുള്ള ഇടങ്ങളിലേക്ക് മകളെ ഉയർത്തിയത് മകൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് സാക്ഷികൂടാരത്തിനരികിൽ പങ്കുവയ്ക്കുമ്പോഴും ഇവിടെയും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ കോട്ടയംകാരി ഒരു അമ്മച്ചിയായി വേഷമിടുന്നതിന്, അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ അതിൻ്റെ ഓരോ വേഷങ്ങളും അവതരിപ്പിക്കുന്നതിന്, അതോടൊപ്പം പ്രാർത്ഥനയ്ക്കൊട്ടും മുടക്കം വരാതെ പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് ആ ക്രൂവിലുള്ളവരോട് പ്രാർത്ഥനാനുഭവത്തെ പങ്കുവെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതവും എൻ്റെ പ്രൊഫഷനും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരം നൽകിയതിനെക്കുറിച്ച്, അതോടൊപ്പം മകൾക്ക് ലഭിച്ച പരീക്ഷയുടെ ഉന്നത മാർക്കിനെക്കുറിച്ച്, സഹോദരിയുടെ അമ്മയ്ക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചും, ഉടമ്പടി എടുക്കുവാൻ ഒട്ടും വയ്യാത്ത സാഹചര്യത്തിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുകയും ചെയ്തതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എത്രത്തോളം അമ്മ മാതാവിൽ നമ്മൾ ജീവിതം കൊണ്ട് ശരണപ്പെടുന്നു. ഈശോയുടെ തിരുരക്തത്താൽ നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടവരാണ്. വിശ്വാസം നമ്മുടെ മാംസവും മജ്ജയുമായി തീരുമ്പോൾ എൻ്റെ കർത്താവിന് ഞാൻ ഏതൊരവസ്ഥയിലാണെങ്കിലും എന്നെ സൗഖ്യപ്പെടുത്തുവാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസവും ബോധ്യവും ജീവിതത്തോട് നാം ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ കണ്ണീരോടുകൂടി അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് സൗഖ്യപ്പെടുത്തണമേ, ജീവിതത്തിന് മേൽഗതി തരണമേ എന്ന് ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകുന്നുവെന്ന് ഈ മകൾ ലോകത്തോടിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കണ്ണീരിനെ അമ്മ മാതാവിൻ്റെ അരികിൽ സമർപ്പിച്ച് ഈശോയുടെ സംരക്ഷണവും സഹായവും തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഈശോയ്ക്കും അമ്മ മാതാവിനും സമർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.